ഏഷ്യാനെറ്റ് ബാർക്ക് റേറ്റിംഗിൽ കൂപ്പുകുത്തിയതിന് പിന്നാലെ സംഘപരിവാറുകാർ ചാനലിലെ അവതാരകരുടെ ജാതിയും മതവും ഒക്കെ തിരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ സ്വാഭാവികമാണല്ലോ, വീഴ്ചയുണ്ടായിക്കഴിഞ്ഞാൽ സംഘി തത്വശാസ്ത്രപ്രകാരമാണെങ്കിൽ വീഴുന്നവനിട്ട് ഒരു തൊഴിയും കൂടി കൊടുക്കണം. ഇന്നലകളിൽ നമുക്ക് ഈ നാട്ടിൽ പരിപൂർണ പിന്തുണ നൽകിയിരുന്ന ഒരു മാധ്യമ സ്ഥാപനം, പ്രത്യേകിച്ച് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ എന്ന ഒരു കറകളഞ്ഞ സംഘിയുടെ സ്ഥാപനത്തിൽ അവതാരകരുടെ മതം പെട്ടെന്ന് തിരയാനുള്ള കാരണമെന്തായിരിക്കും? സംഘികൾക്കെതിരെ സാധാരണഗതിയിൽ ഏഷ്യാനെറ്റിൽ നിന്ന് ഒരു ഒച്ച ഉയരില്ല. അങ്ങനെ ഉയരുന്നുണ്ടെങ്കിൽ അവർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്ന് ഇപ്പോഴത്തെ സന്ദീപ് ജി വാര്യരുടെ കഴിഞ്ഞ ദിവസത്തെ 2 പോസ്റ്റുകൾ വെളിവാക്കും. ഏഷ്യാനെറ്റിൽ ഈ അടുത്തിടെ ജോയിൻ ചെയ്ത ഷിഹാസ് അന്തു എന്ന വ്യക്തിയെയാണ് ഇപ്പോൾ പരസ്യമായി മതം പറഞ്ഞു സന്ദീപ് ജി വാര്യർ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. 2 പോസ്റ്റുകളാണ് ഇന്നലെ ഇതിനെ സംബന്ധിച്ച് പുറത്തു വന്നത്. ആദ്യത്തെ പോസ്റ്റ് ഇങ്ങനെയാണ്. ഏഷ്യാനെറ്റിലെ യുവജനോത്സവം അവതാരകൻ ജിഹാദി ഷിഹാസിനോടാണ് സ്ഥാപിത താൽപ്പര്യം വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഏകപക്ഷീയമായ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്ത് ചൊറിയാൻ നിൽക്കരുത്. ഇങ്ങനെ ഒരു താക്കീത് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയും പങ്കുവെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൂടി വെളിവാക്കുന്ന തരത്തിൽ 2 ചിത്രങ്ങൾ സഹിതം മറ്റൊരു പോസ്റ്റ് കൂടി സന്ദീപ് വാര്യർ ഇട്ടത്. അതിൽ ഇങ്ങനെ ഒരു കുറിപ്പ് കൂടി ഉണ്ടായിരുന്നു. ജമാഅത്ത് ഇസ്ലാമിയുടെ പോസ്റ്റർ ബോയ്, മുസ്ലിം ലീഗ് പ്രവർത്തകൻ, ഈരാറ്റുപേട്ടക്കാരൻ ഷിഹാസ് RJ അന്തുവായി. ഒരു നിളാ നമ്പ്യാർ ലൈൻ, പക്ഷേ ഉള്ളിലിരുപ്പ് പഴയത് തന്നെ. ഇതിനോടൊപ്പം മുൻപ് SIO ഈരാറ്റുപേട്ട പങ്കുവച്ച RJ അന്തു പങ്കെടുക്കുന്ന ഒരു പരിപാടിയുടെ പോസ്റ്ററും, അതിനോടൊപ്പം കുഞ്ഞാലിക്കുട്ടി പാലാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ RJ അന്തുവിന് മെമ്പർഷിപ്പ് കൈമാറുന്ന ദൃശ്യവും സന്ദീപ് വാര്യർ പങ്കുവച്ചിട്ടുണ്ട്. കാര്യം, ഇദ്ദേഹം മുസ്ലിം ലീഗുകാരനാണെന്നും SIOയുടെ പരിപാടിയിൽ പങ്കെടുത്തതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ചാപ്പ കുത്താനും വേണ്ടിയാണ്. ഇത്രയും കാലം RJ അന്തു യുവജനോത്സവം എന്ന പരിപാടി അവതരിപ്പിച്ചപ്പോൾ സംഘപരിവാറിന് പൊള്ളിയില്ല. പക്ഷേ ഇപ്പോൾ പൊള്ളുന്നത് എന്തുകൊണ്ടെന്നാൽ, ക്യാമ്പസുകളിലെ ചില ചോദ്യങ്ങൾ നിഷ്പക്ഷമായി ചോദിച്ച് അതിന് മറുപടി വന്നാൽ സംഘപരിവാറിന് പൊള്ളും. പ്രത്യേകിച്ച് ഞങ്ങളുടെ നേതാവിൻ്റെ ചാനലിലിരുന്നു കൊണ്ട് ഒരു മുസ്ലിമായിട്ടുള്ള ഒരുത്തൻ ഒരു ചോദ്യം ചോദിച്ച് ഞങ്ങൾക്കെതിരെ മറുപടി പറയിച്ചാൽ എന്ത് ചെയ്യണം? അവൻ്റെ മതം പറഞ്ഞ് ഭീഷണിപ്പെടുത്തണം, അവന് താക്കീത് കൊടുക്കണം. ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നേരത്തെ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ കമൽ എന്ന സംവിധായകൻ കമാലുദ്ദീൻ ആയതുപോലെ, വിജയ് എന്ന തെന്നിന്ത്യൻ നടൻ ജോസഫ് വിജയ് ആയതുപോലെ, കേരളത്തിൽ സംഘപരിവാറിനെ വിമർശിക്കുകയോ സംഘപരിവാറിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തുകയോ നിഷ്പക്ഷമായി ചില കാര്യങ്ങൾ ചെയ്താൽ ഉടനടി അവരുടെ രാഷ്ട്രീയം പുറത്തു വരും, അവരുടെ മതം പറയും, അവരെ സമൂഹത്തിൻ്റെ മുന്നിൽ ആ നിലയ്ക്ക് വേട്ടയാടാൻ ശ്രമിക്കും. RJ അന്തുവും ആ നിലയ്ക്കുള്ള വേട്ടയാടലിന് അവസരമൊരുങ്ങിയിരിക്കുകയാണ്. സന്ദീപ് ജി വാര്യർ പങ്കുവച്ച ഇതിന് താഴെ സംഘികൾ സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശികൾ, സുഡാപ്പി തുടങ്ങിയ പദപ്രയോഗങ്ങളിലൂടെ ഈ അവതാരകനെ ആക്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരൊറ്റ പോസ്റ്ററിൻ്റെ പേരിൽ RJ അന്തുവിന് ഏഷ്യാനെറ്റിലെ ജോലി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. കാര്യം, മുസ്ലിം മതം എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാത്ത താല്പര്യമില്ലാത്ത മതമാണ്. അവർ നമ്മളെ എന്തെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സംഘപരിവാറിൻ്റെ ചാനലിൽ നിലനിൽക്കാൻ പറ്റൂ? സമ്മർദ്ദമുണ്ടാകില്ലേ? ആ അടിസ്ഥാനത്തിൽ ജോലി നഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ ഈ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പോഴും സംഘപരിവാറുകാർ ചെയ്യുന്ന പ്രവർത്തനമാണ്. എവിടെയും നിഷ്പക്ഷതയോ അല്ലെങ്കിൽ ശരിയായി പണിയെടുത്താൽ അവരെ ജാതി പറഞ്ഞും മതം പറഞ്ഞും സമൂഹത്തിൻ്റെ മുന്നിൽ അവരുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും നിശബ്ദരാക്കാനാണ് പരിശ്രമിക്കുന്നത്. മാധ്യമ മേഖല 90% സംഘിവൽക്കരണം പൂർത്തീകരിച്ച സാഹചര്യത്തിൽ അതിനകത്തുള്ള ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങളെ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. കേരളത്തിലെ ഒരു മാധ്യമങ്ങളിലും ഇത് വാർത്തയായിട്ടില്ല. കാര്യം, സ്വാഭാവികമായിട്ട് സംഘപരിവാർ മനസ്സുള്ളവരും സംഘപരിവാറിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളായിട്ട് അധപ്പതിച്ച സാഹചര്യത്തിലാണ് RJ അന്തു എന്ന ഏഷ്യാനെറ്റ് അവതാരകനെ പരസ്യമായിട്ട് ഒരു BJP നേതാവ് അവഹേളിച്ചിട്ട് അതിനെ സംബന്ധിച്ച് ചർച്ചയോ വാർത്തയോ ഇല്ലാതെ പോകുന്നത്. മാധ്യമപ്രവർത്തകരാകുമ്പോൾ ഏത് പരിപാടി ചെയ്താലും അവരുടെ ഉത്തരവാദിത്തം ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരങ്ങൾ പറയിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതൊരിക്കലും സംഘിസത്തിനെതിരായാൽ ആ ചോദിക്കുന്നവൻ്റെ മതം ആദ്യം തിരയും. അതേ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് ഇത് തെളിയിക്കുകയാണ്.